ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരുന്ന സൈനിക നടപടികൾക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കരാറിലൂടെ അവസാനമായപ്പോൾ ലോകം സമാധാനത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് പലരും കരുതി. എന്നാൽ അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് വീണ്ടും പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ തീ പടർത്തിക്കൊണ്ട് ഗൾഫ് മേഖലയിൽ വീണ്ടും മിസൈൽ ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇത് സമയം പാഴാക്കലാണ്. കരാർ അവസാനിച്ചുവെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുകയാണ്. അടുത്തിടെ അമേരിക്കയും ഇറാനും തമ്മിൽ സംഘർഷം കുറയ്ക്കാനായി ഒരു ഇടക്കാല ധാരണ രൂപപ്പെട്ടിരുന്നുവെങ്കിലും അതൊരു സ്ഥിരമായ സമാധാനത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഹോർമുസ് മേഖലയിലെ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളായിരുന്നു. അത് കൃത്യമായ കരാർ ലംഘനമായിരുന്നതിനാൽ അമേരിക്ക ഇറാനിലെ 80ഓളം ലക്ഷ്യങ്ങൾക്കെതിരെ വ്യോമാക്രമണം നടത്തിയതോടെയാണ് കാര്യങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലായത്. ഇതോടെ അമേരിക്കയ്ക്കുള്ള മറുപടി എന്നവണ്ണം ഇറാൻ പഴയപടി ഗൾഫ് മേഖലയിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി, പ്രത്യേകിച്ച് അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. അത്തരമൊരു സാഹചര്യത്തിലാണ് വെടിനിർത്തൽ കരാർ അവസാനിച്ചുവെന്നും ഇറാനുമായി ചർച്ച ചെയ്യുന്നത് സമയം പാഴാക്കലാണ് എന്നും ട്രംപ് പ്രതികരിച്ചത്. അമേരിക്കയാണ് ആദ്യം ആക്രമണം നടത്തിയതെന്നും തങ്ങൾ നടത്തിയ നടപടികൾ പ്രത്യാക്രമണം മാത്രമാണ് എന്നും അവകാശപ്പെട്ടും അമേരിക്കയുടെ സൈനിക നടപടികളും എണ്ണ കയറ്റുമതിക്കുള്ള നിയന്ത്രണങ്ങളും പ്രദേശത്തെ കൂടുതൽ അസ്ഥിരമാക്കിയെന്നുമുള്ള ആരോപണവുമായാണ് ഇറാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്കയും ഇറാനും പ്രതിരോധ നടപടികളിൽ ഊന്നി ആക്രമണങ്ങളെ ന്യായീകരിക്കുമ്പോൾ യുദ്ധം കൂടുതൽ വ്യാപിക്കുമോ എന്ന ആശങ്ക ലോകമെമ്പാടും ഉയർന്നിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ ഏറ്റവും നിർണായകമായ കടൽപാതയായ ഹോർമുസ് കടലിടുക്ക് തന്നെയാണ് ഇപ്പോഴും ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത്. ലോകത്തിലെ വലിയൊരു വിഹിതം അസംസ്കൃത എണ്ണ ഈ വഴിയിലൂടെ കടന്നു പോകുന്നതിനാൽ ഈ മേഖലയിൽ ചെറിയൊരു സൈനിക ഏറ്റുമുട്ടൽ പോലും ആഗോള എണ്ണവിലയും ചരക്ക് ഗതാഗതത്തെയും ഇൻഷുറൻസ് ചെലവുകളെയും ബാധിക്കും. സംഘർഷം വീണ്ടും രൂക്ഷമായതോടെ അന്താരാഷ്ട്ര എണ്ണവില കുതിച്ചുയരുകയും ആഗോള ഓഹരി വിപണികളിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. യുദ്ധത്തിന്റെ ഈ രണ്ടാം ഘട്ടത്തിൽ ഈ പ്രതിസന്ധി അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നം മാത്രമായിട്ടല്ല, മറിച്ച് ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്യൻ സഖ്യകക്ഷികൾ, ഏഷ്യയിലെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഇതിന്റെ പ്രത്യാഘാതം നേരിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നയതന്ത്രപരമായ പരിഹാരത്തിന് ഇതര രാജ്യങ്ങൾ വീണ്ടും ആഹ്വാനം ചെയ്തിരിക്കുകയാണ്.